ശ്രീവിഘ്നരാജം ഭജേ ശ്രീവിഘ്നരാജം ഭജേ ശ്രീവിഘ്നരാജം ഭജേ. എങ്ങനെ നമുക്ക് ഇത്രയും ഈശ്വര രൂപം കിട്ടി? ഇന്ന് പ്രാർത്ഥനയിൽ ചൊല്ലി സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരസ്താര അയകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം ചൊല്ലിക്കാണൂ ഇല്ലേ നിങ്ങൾ? ദൈവാനുഗ്രഹം കൊണ്ട് അർത്ഥം മാത്രം ചിന്തിച്ച് കാണില്ല, സാരമില്ല. ഒന്നാലോചിച്ച് നോക്കുക. മനസ്സിൻ്റെ മണ്ഡലത്തില് ബ്രഹ്മം എന്ന ചൈതന്യത്തെ വെറുതെ ഒരു ധാരണ കൊടുക്കുക. ധാരണ എന്താ? ധാരണ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിഷമില്ല. ധാരണ, ധ്യാന, സമാധി മൂന്നും ഒരുമിച്ച് പറഞ്ഞാൽ ധാരണ എന്താണെന്ന് പിടികിട്ടില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പിടികിട്ടിന്ന് വരും. ധാരണ എന്നാൽ മനസ്സിലാക്കാൻ ഒരു വിഷമവും ഇല്ല. അടുത്ത വീട്ടുകാരനുമായിട്ട് വഴക്കിടാൻ പോകുന്ന ഭർത്താവിനോട് ഭാര്യ എന്താ പറയുക? നിങ്ങൾ അയാളെ കാണുമ്പോഴത്തേക്കും എന്തൊക്കെയാ പറയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വേണം. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. മാർക്കറ്റിലേക്ക് സഞ്ചിയും കൊണ്ട് പോകാൻ പോകുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നത് ശരിയല്ല, നിങ്ങൾക്കത് പറ്റില്ല, പുഴു മാത്രമുള്ള പീച്ചിങ്ങയെ നിങ്ങൾ കൊണ്ടുവരുള്ളൂ, നിങ്ങൾ അല്ലെങ്കിലേ ശരിയല്ലെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഈ സഞ്ചിയും കൊണ്ട് പോകുമ്പോൾ എന്തെല്ലാമാണ് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം. കുഴപ്പമില്ലല്ലോ, ധാരണയുണ്ടാക്കി. അടുത്തത് ധ്യാനം. ധി പ്ലസ് യാനം. മനസ്സിലാക്കാൻ വിഷമമില്ല. രാമയാനം, രാമായണം. രാമനിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഉത്തരയാനം, ഉത്തരായണം. സൂര്യൻ വടക്കോട്ട് പോകുന്നത് ഉത്തരായണം. ദക്ഷിണയാനം, ദക്ഷിണായനം. വളരെ ക്ലിയർ. അപ്പൊ ധീ യാനം, ബുദ്ധിയുടെ പരമകാഷ്ഠയിലേക്കുള്ള പ്രയാണം. അടുത്തത് സമാധി. എന്തിനാ നിർത്തിയത്? ഒരിക്കൽ ഇതും അതുമായിട്ട് ബന്ധമില്ല. സമാധി എന്ന് പറഞ്ഞാൽ സന്യാസി സമാധിയായി, അതല്ല ഇവിടുത്തെ അർത്ഥം. സ്റ്റെബിലൈസ്ഡ്. ധി ബുദ്ധി, സമാധി സ്റ്റെബിലൈസ്ഡ് ബുദ്ധി. ധാരണ, ധ്യാന, സമാധി മൂന്നും ചേർത്ത് പറയുന്ന പേര് സംയമം. എന്താ ചെയ്യുക? ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക, എന്നിട്ട് കുത്തിയിരുന്ന് ധ്യാനിക്കുക. 10-75 ദിവസങ്ങൾ കഴിയുമ്പോൾ ധ്യാനത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന, ഇപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ ഒരൊറ്റ ആള് ഉറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ലെവല് ബീറ്റ വേവ്സ് ലെവല്. കുറച്ച് ധ്യാനത്തിലേക്ക് കടന്നാൽ ആൽഫ ലെവല്, നല്ല ധ്യാനത്തിലേക്ക് കടന്നാൽ ഡെൽറ്റ ലെവല്. പെട്ടെന്നൊന്നും കിട്ടില്ല. പലരും ഷോർട്ട് ടേമായിട്ട് ധ്യാനം പഠിക്കാൻ പോകാറുണ്ട്. 1500 രൂപ കൊടുത്താൽ ധ്യാനം ട്രെയിൻ ചെയ്ത് കിട്ടും. അത് എങ്ങനെ ധ്യാനിക്കേണ്ടതാണ്? ധ്യാനം പഠിപ്പിക്കുന്ന ഹാളിൽ ചുമരിൽ ചേർന്ന് ഇരുന്ന് പഠിക്കേണ്ടതാണ്. എന്താ കാരണം? ഉറക്കം വന്നാൽ താഴത്തേക്ക് വീഴുന്നതായിട്ട് ആരും കാണരുത്.
അതിനു വേണ്ടി മാത്രം. അത് ധ്യാനമല്ല, അത് വെറും ഉറക്കം. പിന്നെ കാണുന്നവർ തോന്നും, അയ്യോ ഗോപാലകൃഷ്ണൻ ധ്യാനത്തിലാണ്, അയാൾ അല്ലെങ്കിലേ പണ്ഡിതനാ, അതുകൊണ്ടല്ലയോ അങ്ങേര് നടക്കുന്ന സ്ഥലത്ത് ആൾക്കാർ കാലിൽ വീഴുന്നത്. എന്തൊരു അബദ്ധമാണെന്നറിയാവോ? അപ്പൊ ധ്യാനം ഏതൊന്നിനെ കുറിച്ചാണോ മനസ്സിൽ ധാരണയുണ്ടാക്കിയത് അതിനെക്കുറിച്ച് ധ്യാനിച്ച് കുറെ കഴിയുമ്പോൾ പത്മേ സ്ഥിതാം പത്മവർണാം പത്മാനനെ പത്മഊരു പത്മാക്ഷി പത്മസംഭവേത് ത്വം മാം ഭജസി പത്മാക്ഷി യേന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാനനെ പത്മദളായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണു മനോനുകൂലേ ത്വൽപാദ പത്മം മയി സന്നിധസ്വ. എന്തൊരു രസമാണല്ലേ, എന്തൊരു രസം. ഉച്ചയ്ക്ക് ഊണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഊണുണ്ടോ? ഇവിടെ ഇല്ലല്ലോ, ഊണുണ്ട്. ഇത്ര ആൾക്കാർ വന്നപ്പോൾ ഒരു സംശയം തോന്നി. ഏതായാലും അപ്പൊ ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിനകത്തൊരു രൂപം തെളിയും. സൃഷ്ടിയെക്കുറിച്ച് ധ്യാനിക്കുക, സൃഷ്ടിയെക്കുറിച്ച് ധ്യാനിക്കുക. ദിവസങ്ങളോളം കഴിയുമ്പോൾ മനസ്സിൽ ഉദയം ചെയ്യുന്ന രൂപമാണ് ബ്രഹ്മാവിൻ്റെ രൂപം. 4 തല, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. 4 അക്ഷങ്ങൾ ചേർന്ന് എക്സ് വൈ ഇസഡ് ആൻഡ് ടൈം ആക്സിസ് ചേർന്ന് താമരയിലിരുന്ന് 4 കയ്യ്, 2 കൈ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്നറിയാം. അദ്ദേഹത്തിന് 4 കയ്യ്, കയ്യിൽ ഒരെണ്ണത്തിൽ വേദപുസ്തകം, 4 ശാഖകൾ ഓഫ് ദ നോളജ്. ബ്രഹ്മപിതാമഹനായിട്ട് പ്രപഞ്ചമാകുന്ന മഹാവിഷ്ണുവിൽ നിന്ന് അമ്മയുടെ പൊക്കിൾക്കൊടി, അമ്മയിൽ നിന്ന് പൊക്കിൾക്കൊടി വഴി ചൈതന്യം ഏറ്റെടുക്കുന്ന കുട്ടിയെ പോലെ മഹാവിഷ്ണുവാകുന്ന പ്രപഞ്ചത്തിൽ നിന്ന് പൊക്കിൾക്കൊടി വഴി ചൈതന്യവും മെറ്റീരിയലും ഏറ്റെടുത്ത് പ്രപഞ്ചത്തില് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിൻ്റെ രൂപം നമുക്ക് കിട്ടും. എവിടെ നിന്ന് കിട്ടും? മനോമണ്ഡലത്തില്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് റിസർച്ച് ഓൺ ആൻ എക്സ്റ്റേണൽ ലാബറട്ടറി, വി ആർ ഡൂയിങ് ദ റിസർച്ച് ഇൻ ദ ഇന്റേണൽ ലാബറട്ടറി. മനസ്സിനകത്തെ ഗവേഷണശാലയിൽ ധാരണ എന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ധ്യാനം എന്ന പ്രോസസ്സിലൂടെ സമാധി എന്ന അവസ്ഥ എത്തുമ്പോൾ മനസ്സിനകത്ത് ഉദയം ചെയ്ത രൂപമാണ് ഭാരതീയന്റെ ഈശ്വര രൂപം. തെറ്റരുത്. ശിവകാശിയിൽ കലണ്ടർ ഉണ്ടാക്കുന്ന കമ്പനിക്കാരുണ്ടാക്കിയ രൂപമല്ലാതെ ഭാരതീയരുണ്ടാക്കിയത്. എന്നെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ശാക്തേയത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞൊരു വരി ആവർത്തിക്കുകയാണ്. ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസർ എഴുതിയ 2ാമത്തെ പുസ്തകം ദ ടാവോ ഓഫ് ഫിസിക്സ്, ആദ്യത്തെ 17 പേജുകളൊന്ന് വായിച്ചു നോക്കാം. അദ്ദേഹം പറയുന്നു, ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുന്നു, ഈ പ്രപഞ്ചത്തെ കുറിച്ച് ധാരണയുണ്ടാക്കി കടൽ തീരത്തിരുന്ന് ധ്യാനിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അർദ്ധനാരീശ്വരൻ്റെ രൂപമാണ് ഉദയം ചെയ്തത്. താണ്ഡവമാടുന്ന ശിവന്റെ നൃത്തമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം പറയുന്നു, ഭാരതത്തിലെ ഈശ്വര സങ്കല്പം റിയലിസ്റ്റിക് ആണ്, ഒറിജിനൽ ആണ്, സയന്റിഫിക് ആണ്, അൺകമ്പയറബിളി ഗ്രേറ്റ്. Other religious people should elevate themselves to a higher position for understanding this. മറ്റ് മതത്തിലുള്ള ജനങ്ങള് ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കുറെ കൂടി ഉയരണം, കുറെ കൂടി ഉയരണം. അപ്പം നമ്മുടെ സരസ്വതിയുടെ സങ്കല്പം, ലക്ഷ്മിയുടെ സങ്കല്പം
പാർവതിയുടെ സങ്കല്പം മനസ്സിൻ്റെ മണ്ഡലത്തിൽ ചൈതന്യവത്തായ ഋഷീശ്വരന്മാര് രൂപകൽപ്പന നൽകി എഴുതിയതാണ്, മുമ്പോട്ട് തന്നതാണ്. ശിവൻ്റെ രൂപം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം. ലളിതാ സഹസ്രനാമത്തിൻ്റെ അവസാനത്തിൽ ശിവ ശക്തി ഐക്യരൂപിണ്യൈ നമഃ. ഓരോന്നും തൃശ്ശൂർ പൂരത്തിൽ അമിട്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം. പിന്നെ അത് ശ്രദ്ധിക്കാതെ വായിക്കുന്നത് കൊണ്ട് വലിയ വിഷമം തോന്നണില്ല എന്ന് മാത്രം. ഓരോന്ന് ഏത് വാക്കാ വിട്ടുകളയ, അത്ര ഗംഭീരമായിട്ടുള്ള ശിവ ശക്തി ഐക്യ രൂപിണ്യം രണ്ടും ചേർന്നിരിക്കുന്ന ഒരു രൂപത്തില് താണ്ഡവ നൃത്തമാടുന്ന ശിവനെ മനോമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഭാരതീയർ വിവരിച്ചു. ബിഭ്രതോർഭിക്കുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്ത പരാഗ അമൃതരസകിലത ദൃപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷകോടീരകോടിരകടിത തുഹിനരോ ശുഷ്കലാത്തുംഗമൗലി. ഇതൊന്ന് ബൈഹാർട്ട് പഠിച്ച് രാവിലെ ഇന്നുവരെ കുളിക്കാത്തവരടക്കം കുളിച്ച് ഇത് ചൊല്ലിയാൽ ഉറപ്പ മോക്ഷത്തിലേക്ക് പോകാതിരിക്കില്ല. എത്രയെല്ലാം പഠിക്കാനും വായിക്കാനുണ്ട്. ഇപ്പം നമ്മൾ സുബ്രഹ്മണ്യൻ 6 തല. ചിലർ മക്കൾ അമ്മയോട് ചോദിക്കുക, അമ്മ എങ്ങനെയാ സുബ്രഹ്മണ്യൻ 6 തല ഉണ്ടാവുക? എനിക്ക് 1 തല ഉണ്ടായിട്ട് തന്നെ സ്കൂളിൽ പോകുമ്പോൾ വലിയ വിഷമാണ്. അപ്പം അമ്മ എന്താ പറയുക, ആവശ്യമില്ലാത്ത ചോദിക്കൊന്നും വേണ്ട, നീ സ്കൂളിൽ പോയാൽ മതി, എത്രയായി സമയം, ബസ് വരാനുള്ള നേരായി. അമ്മ രക്ഷപ്പെട്ടു. എന്താ കാരണം? വിഷയം മാറ്റി. യഥാർത്ഥത്തിൽ ഈ പഴനിയപ്പന്, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേരെ കുറിച്ചല്ല, അറുമുഖന് 6 മുഖമൊന്നുമില്ല. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, 6 വിഷയങ്ങൾ. വേദാംഗങ്ങൾ പഠിക്കുന്ന വ്യക്തികൾ 6 ദേവതയെ ആരാധിക്കണം. അത് ഒരുമിച്ച് ചേർത്താലേ പഠനമാവുള്ളൂ. അതുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് 6 തല കപ്പാസിറ്റി, സബ്ജക്റ്റ്, ഇതിന് വ്യക്തമായിട്ട് രൂപം നൽകിയതാണ് സുബ്രഹ്മണ്യൻ. ഗണപതിക്ക് എങ്ങനെയാ കഴുത്തിൽ ഈ ഗണപതിയുടെ ഇതൊക്കെ വെക്കുക? എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല കേട്ടോ എന്നാ ചിലർ പറയാം. ഏതാ ഇംഗ്ലീഷുകാർക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. ഇതിനകത്ത് വളരെ കാര്യമുണ്ട്. ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും പാലക്കാടുകാർക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. എന്താ കാരണം? ഇപ്പം ഞാനിവിടെയല്ലേ നിൽക്കുന്നത്, പോകുന്നത് വരെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ തലച്ചോറിൻ്റെ പുറകുവശം തലയോടൊന്ന് മാറ്റിയാൽ, ഈ ഹാഫ് മാറ്റി മെഡുല്ല ഒബ്ലാങ്കറ്റ ഉൾപ്പെടെ ഉള്ളതിൻ്റെ ചിത്രമെടുത്ത് കാണിച്ചാൽ എക്സാക്ട്ലി ഗണപതിയാ. എക്സാക്ട്ലി ഗണപതിയാ. വേറൊന്നും നോക്കണ്ട. തലച്ചോറിൻ്റെ മുൻവശം എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ണും മൂക്കും നാക്കും ഒക്കെ ആയിരിക്കും, അത് വൃത്തികേടാ. പുറകുവശം പെർഫെക്റ്റ് ഗണപതിയാണ്. നമ്മുടെ സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ മെഡുല്ലയും ഒബ്ലാങ്കറ്റയും ചേർന്ന ഈ സെറിബ്രൽ പാർട്ട്. ഇതിനെയാണ് ഗണപതിയായിട്ട് വിവരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, അമേരിക്കക്കാർ പറയുന്നതാ. ഞാൻ നിങ്ങളുടെ അടുത്ത് മൈക്കിലൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈശ്വര രൂപം മനോമണ്ഡലത്തിൽ ധ്യാനിച്ച് രൂപകൽപ്പന നൽകി മഹാവിഷ്ണുവിനെ നമുക്ക് തന്നു. നീല നിറത്തില് നാന്തം ന മദ്യം ന പുനസ്തവാദിം, തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത മിൽക്കി വേ ഗാലക്സി പാലാഴി. മിൽക്കി വേയുടെ ട്രാൻസ്ലേഷൻ അല്ലേ പാലാഴി, കേട്ടിട്ടുണ്ടാവില്ലേ? പാല. അതിൻ്റെ പുറത്തൊരു സർപ്പം. ഇങ്ങർക്ക് വേറെ ഒരു സ്ഥലത്തും കിടക്കാൻ പറ്റിയില്ലേ? അനന്തം, അനന്ത സർപ്പം, ഇൻഫിനിറ്റി. ആ ഇൻഫിനിറ്റി എന്ന അനന്തൻ്റെ 5 പത്തിയാണുള്ളത്. ഒരു സർപ്പത്തിന് 5 തലയില്ലെന്ന് എല്ലാവർക്കും അറിയാം. പൃഥ്വി, അപ്, തേജ, വായു, ആകാശം, പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സർപ്പത്തിൻ്റെ 5 തല. ഗാലക്സിയെ പ്രതിനിധാനം ചെയ്യുന്ന കോയിലുടെ സ്ട്രക്ചർ, മിൽക്കി വേയെ പ്രതിനിധാനം ചെയ്യുന്ന പാലാഴി, അതിൻ്റെ പുറത്ത് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന മഹാവിഷ്ണു, ആകാശത്തെയും സമുദ്രത്തെയും പ്രതിനിധാനം ചെയ്യുന്ന നീല നിറം ശാന്തമായി കിടക്കുന്നു.
കാണാൻ വിഷമമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തെങ്കിലും ഭാര്യയോട് വഴക്കിട്ട് വീട്ടിനകത്തിരിക്കാൻ പറ്റാതെ വരുമ്പോൾ മോളിൽ ചെന്ന് ടെറസിൻ്റെ മുകളിൽ മോളിലേക്ക് നോക്കിയൊന്ന് കിടക്കാം. ശാന്തമായ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും. ഒരു നക്ഷത്രവും അനങ്ങുന്നില്ല, ചന്ദ്രനും അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. ശാന്തമായൊരു രൂപം, അതാണ് പ്രപഞ്ചം. അതാണ് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം, അല്ലെങ്കിൽ വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനുഗമ്യം. യോഗി ഹൃദ്യാ അനുഗമ്യം. എവിടെന്നാ കിട്ടിയത്? യോഗിമാരുടെ ഹൃദയത്തിലെ ധ്യാനത്തിലൂടെ എത്തിച്ചേർന്നതേതോ അതാണ് യോഗി ഹൃദ്യാനുഗമ്യം. അർത്ഥം മനസ്സിലാക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. ശാന്താകാരം അറിയാം, ഭുജഗശയനം, ചിലപ്പോൾ ഭുജംഗശയനം എന്ന് പറയും, രണ്ടായാലും ശരിയാ. ഭുജംഗം എന്ന് പറഞ്ഞാൽ സർപ്പം, അതും കറക്റ്റാണ്. പത്മനാഭം സുരേശം വിശ്വാകാരം, വിശ്വത്തിൻ്റെ ആകാരം, വിശ്വത്തിൻ്റെ ആധാരം. ഗഗനസദൃശം, ആകാശത്തിന് എത്രയാ വിസ്തീർണം? ആകാശത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ഒരാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് തെറ്റാണ്. ആകാശത്തിന് വിസ്തീർണമേ ഇല്ല. അപ്പോൾ ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം. നമ്മുടെയൊക്കെ ധാരണ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ 65 കിലോ ഭാരമുള്ള ഒരമ്മച്ചിയാണെന്നാണ്. അല്ല, ഐശ്വര്യം, ചൈതന്യം, സമ്പൽ സമൃദ്ധി, ഇതാണ് ലക്ഷ്മി. രാവിലെ എഴുന്നേറ്റിട്ട് പറയാറില്ലേ, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ചിലർ മാറ്റി പറയും, അതൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് നിർത്തിയത്. കരമൂലേ തു ഗോവിന്ദ, അല്ലേ? അത് ഓട് മാൻ ഔട്ടാണ്. അവിടെ കയ്യിൽ ഗോവിന്ദം വരില്ല. എന്താ കാരണം? കരാഗ്രേ വസതേ ലക്ഷ്മി, ശമ്പളം കൊടുക്കുന്നതും ശമ്പളം വാങ്ങിക്കുന്നതും കൈകൊണ്ട്, അല്ലേ? കരമധ്യേ സരസ്വതി, പഠിക്കാൻ പഠിക്കുന്നതും പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നതും പഠിക്കാൻ പഠിപ്പിക്കുന്നതും കയ്യിലൂടെ എഴുതിയിട്ടാണ് സരസ്വതി. കരമൂലേ സ്ഥിതാ ഗൗരി, ലെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതും തൂമ്പെടുത്ത് കളയ്ക്കുന്നതും തെങ്ങിൽ കയറുന്നതും കയ്യിലൂടെയാണ്. അതുകൊണ്ട് ശക്തി കയ്യിലാണ്. അതുകൊണ്ടാണ് കൽവിയാ ശെൽവമാ വീരമാ അന്നയാ തന്തയാ ദൈവമാ. രണ്ടാമത്തെ കളഞ്ഞേക്ക്, ആദ്യത്തെ എടുക്കാം. അതുകൊണ്ടാണ് 3 പേരും കയ്യിൽ. ഇവിടെ ഗോവിന്ദൻ വന്നാൽ വലിയ പ്രശ്നമാണ്. കയ്യിൽ ഗോവിന്ദൻ വന്നാൽ എന്തു ചെയ്യും? അങ്ങേരുടെ റോൾ എന്താണ്? സാരമില്ല. അപ്പൊ കരമൂലേ സ്ഥിതാ ഗൗരി. മറ്റേത് തെറ്റാണെന്നല്ല, ശരിയല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞെന്ന് മാത്രം. ഏതായാലും ആ കയ്യിലുള്ളത് സിംബോളിക്കായിട്ടുള്ള ത്രിശക്തികളാണ്. 3 ശക്തികൾ കയ്യിൻ്റെ ആധാരമായിട്ടുള്ളത്. അപ്പോൾ ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തിൽ ആദ്യം ഞാൻ പറഞ്ഞു ബ്രഹ്മചൈതന്യം സർവചരാചരങ്ങളിലുമുള്ളത്. രണ്ടാമത് ഞാൻ പറഞ്ഞു ഈശ്വര രൂപം എങ്ങനെ ലഭിച്ചു? ഓർമ്മിക്കണം, മനസ്സ് ലാബറട്ടറി, ധ്യാനം പന്താവ്, സമാധി ദ കൺക്ലൂഷൻ. അവിടെ എത്തുമ്പോഴാണ് എത്രയെത്ര രൂപങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതെല്ലാം കലണ്ടറുകളാക്കി ഇടണമെങ്കിലിടാം. എന്തിനാ സാറേ ഇത്രയും ഈശ്വരൻ്റെ രൂപങ്ങൾ? വെറുതെ അങ്ങോട്ട് ധ്യാനിച്ചാൽ പോരായോ? പോരാ, എത്തില്ല മക്കളെ അവിടം വരെ. ഞാൻ പണ്ടൊരു കഥ പറഞ്ഞു, ഇടയ്ക്കത് പറയാറുണ്ട്. ചിലർ കേട്ട് കാണും, കേട്ടവർക്ക് വിരസത തോന്നും. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ വേലക്കാരൻ അഗ്നിഹോത്രിയോട് ചോദിച്ചു, അഗ്നിഹോത്രി, അങ്ങയുടെ കൂട്ടത്തിൽ 42 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നു. അങ്ങ് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ബ്രഹ്മം 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 എന്നാ പറയുന്നത്. എനിക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലാവണില്ല.
അത് മേഴത്തൂർ അഗ്നിഹോത്രി ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നു. വേലക്കാരന് ഇത് മനസ്സിലാവണില്ല. വേലക്കാരന് ദുഃഖം, ഇങ്ങേരുടെ കൂട്ടത്തിൽ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടും ബ്രഹ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ മേഴത്തൂർ അഗ്നിഹോത്രി പറഞ്ഞു, നല്ലോണം ആലോചിച്ചപ്പോൾ ഇയാൾക്ക് വേലക്കാരൻ്റെ ലെവലല്ലേ ഉള്ളൂ, MA ഒന്നും ഇല്ലല്ലോ, മാസ്റ്റർ ഓഫ് അജ്ഞാന ഒന്നുമില്ല. അപ്പോൾ എന്ത് തീരുമാനിച്ചു? ഇയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ട് ജോലിക്കാരനോട് പറഞ്ഞു, ബ്രഹ്മം 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 എന്ന് പറഞ്ഞാൽ പോത്തുമാതിരി ഇരിക്കും. എന്തുമാതിരി ഇരിക്കും? പോത്തുമാതിരി ഇരിക്കും. ആ പാവത്താൻ വിചാരിച്ചു ഇത് ശരിയാണെന്ന്. അയാൾക്ക് മനസ്സിലായില്ല. ഏതായാലും പോത്തിനെ മനസ്സിൽ ധ്യാനിച്ചു നല്ലോണം. നമ്മളെ പോലെയൊന്നുമല്ല, നല്ല സീരിയസ് ആയിട്ട്. പലപ്പോഴും അജ്ഞാന ദ്വാന്തദീപികായൈ നമഃ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ചിലതിന് അജ്ഞാനം നല്ലതാ, കാരണം ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യില്ല. ഒരാൾക്ക് ഒരു സംശയം, മലപ്പുറത്ത് നിന്ന് ഒരാൾ 12:30 മണിയായപ്പോൾ, എന്താ സാറേ ഈ യമൻ പോത്തിൻ്റെ പുറത്ത് വരുന്നത്? ഞാൻ കയ്യോടെ പറഞ്ഞു, തന്നെ പോലെയുള്ളവരുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങേര് നടന്നു വരുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ താഴെ വെച്ചു, കാരണം അർദ്ധരാത്രി 12:30 മണിക്ക് അങ്ങേർക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉറങ്ങണ്ടേ, എനിക്ക് അടുത്ത ക്ലാസ്സിന് പോകണ്ടേ? അപ്പോൾ ചിലപ്പോൾ അപ്പോൾ അജ്ഞാന ദ്വാന്തം IR/UV, ഇൻഫ്രാറെഡും UV അൾട്രാവയലറ്റ് രശ്മികളാണ് ദ്വാന്തം എന്ന് പറയുക. അജ്ഞാന ദ്വാന്ത ദീപികായൈ നമഃ. അൾട്രാവയലറ്റ് രശ്മിയും ഇൻഫ്രാറെഡ് രശ്മിയുടെയും നെഗറ്റീവുകളാകുന്ന അജ്ഞാനങ്ങളിൽ നിന്ന് പ്രകാശത്തോടുകൂടി നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചൈതന്യം ഏതാണോ അതാണ് ഈ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും പാർവതിയുടെയും ചൈതന്യം എന്ന് പറയുകയായിരുന്നു അപ്പുറത്ത്. ഇവിടെ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ശക്തി രൂപങ്ങളെല്ലാം വലിയ വിദ്യാഭ്യാസമില്ലാത്തവന് പോത്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അജ്ഞാനം കൊണ്ട് അത് ശരിയാണോ എന്ന് അന്വേഷിച്ചില്ല. അതിനെന്താ വാക്ക് പറയാ? ബ്ലൈൻഡ് ഫെയ്ത്ത്. എന്താ പറയാ? ബ്ലൈൻഡ് ഫെയ്ത്ത്. അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുട്ടിക്ക് ഉറപ്പുണ്ട് താൻ വീഴില്ല, അത് ഫെയ്ത്താണ് അച്ഛനോട്. ഇവിടെ ഇയാൾ എന്തു ചെയ്തു? ബാല്യക്കാരൻ രാത്രി 10 മണിക്ക് ആസ് യൂഷ്വൽ കിടന്നുറങ്ങി. മനസ്സിനകത്ത് എന്താണ്? എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എന്താണെന്ന്. അപ്പോൾ 12:30 മണി, 1 മണി, 2 മണി കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് നീല നിറത്തിലുള്ളൊരു പോത്ത് ഇങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് വരിക. ഇയാൾക്ക് വളരെ സന്തോഷമായി. ചാടി എഴുന്നേറ്റ് നേരെ നമസ്കരിച്ചു. സാഷ്ടാംഗം, അഷ്ട അംഗം, 8 അംഗം, നെറ്റി, മൂക്ക്, താടി, 5 ഭാഗം, കാല്, ഇത് കയ്യ്, ചുണ്ട്, അത് മന്ത്രം. അങ്ങനെ സാഷ്ടാംഗത്തോടു കൂടി നമസ്കരിച്ച് നേരെ ഓടി മേഴത്തൂർ അഗ്നിഹോത്രിയുടെ അടുത്തേക്ക്. തിരുമേനി, അടിയൻ കണ്ടു. എന്ത് കണ്ടു? ബ്രഹ്മത്തെ കണ്ടു. അഗ്നിഹോത്രി അർദ്ധരാത്രിക്ക് ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അടിയൻ കണ്ടു തിരുമേനി, ബ്രഹ്മത്തെ കണ്ടു. മുഴുവനും വിവരിച്ചു. അഗ്നിഹോത്രി സ്റ്റാണ്ടായിട്ടങ്ങ് നിന്ന് വേലക്കാരനോട് പറഞ്ഞു, കുറച്ചു നേരം നിൽക്കുക, ഞാനിപ്പോൾ വരാം. കുളത്തിൽ പോയി കുളിച്ച് ഈറനൊടുത്ത് വന്ന് ബാല്യക്കാരനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഞാൻ ഇത്രയും കാലം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞ് നടക്കുകയേ ചെയ്തിട്ടുള്ളൂ. നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ നിനക്കതിനെ കാണാൻ സാധിച്ചു. നീയാണ് ബ്രഹ്മജ്ഞാനി, ഞാനല്ല ബ്രഹ്മജ്ഞാനി. മാറ്റം മനസ്സിലായല്ലോ? ഇതിനാണ് നമുക്ക് രൂപം വേണം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പോരാ, ഭാരതീയ ഈശ്വര രൂപങ്ങള്. ധനത്തെ ആഗ്രഹിക്കുന്നവര് ലക്ഷ്മി രൂപത്തെ ഉപാസിക്കുക, വിദ്യയെ ആഗ്രഹിക്കുന്നവര് സരസ്വതിയെ, ശക്തിയെ ആഗ്രഹിക്കുന്നവര് പാർവതിയെ. വിഘ്നമില്ലാതെയാകാൻ, അതുപോലെ തന്നെ ഗണേശനെ, മൃത്യുവിനെ ജയിക്കാൻ, ശിവനെ, മഹാവിഷ്ണുവിനെ, സ്ഥിതി ശാന്തമായതിനെ ആശ്രയിക്കുന്നവര് മഹാവിഷ്ണുവിനെ. ഉത്തേജനം ലഭിക്കാൻ തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കേട്ട് കാണുമില്ലേ ഭഗവത്ഗീത? ഇംഗ്ലീഷുകാർ പഠിക്കുന്ന സാധനമാണത്. ആ ഭഗവത്ഗീതയില് തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം. മര്യാദ പുരുഷോത്തമനായി ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ഉപാസിക്കേണ്ടത് ശ്രീരാമനെ.
ധർമ്മപത്നിയായി തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടാവുന്നവരുണ്ടാവില്ല, എനിക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ സീതയെയാണ് നല്ല ഭർത്താവ് ആകാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പാണ്, ഇല്ല എന്നുള്ളത്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഉപാസിക്കേണ്ടത് ശ്രീരാമനെയാണ്. അപ്പൊ എന്തിനാണത്? ആ രൂപം കാണുമ്പോൾ മനസ്സിനകത്ത് ഉപാസനാമാർഗം ലഭിക്കും. അപ്പൊ ആദ്യം ഈശ്വരൻ, രണ്ട് ഈശ്വര രൂപം. അത് മനോമണ്ഡലത്തില് യോഗിമാർക്ക് ലഭിച്ചതാണ്. അത് പുരാണങ്ങളിലൂടെയും ആ ധ്യാന ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരസ്താരാനായകശീകരാം സ്മിതമുഖീം. അർത്ഥം മനസ്സിലായി? ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തോടു കൂടി, ഇന്നില്ലാത്ത സാധനം. ആപീനവക്ഷോരുഹാം പ്രാണിഭ്യാമണിപൂർണരത്നചഷകം രക്തോത്ഫലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഏത് രൂപത്തെയാണ് ധ്യാനിക്കുന്നത്? ഈ രൂപത്തെയാണ് ധീപ്ലസ്യാനം. ഇത്ര രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈശ്വര രൂപം അപ്രകാരം ഉണ്ടായത്. അടുത്തത് ഭക്തി. പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഭക്തി എന്താണ് എന്ന് ഇതിനകത്തുള്ളവര് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കണം.